മതി മോളെ, കുറച്ചു മതി. അവളെ പുറത്തിറക്കാനേ ഒരു വഴിയുണ്ട്. അവിടുന്ന് നോക്കിയാ വാതിലൂടെ കാണാവുന്ന രീതിയിൽ പുറത്തെവിടെങ്കിലും ഒന്ന് തീ എത്തിച്ചാൽ മതി. തീ ആളുന്നത് കണ്ട് രണ്ടുപേരും ഇറങ്ങി വന്നോളും. ആ തക്കത്തിന് നമുക്ക് അവളെ പൊക്കാം. അത് നല്ല ഐഡിയ. സന്ദീപ് ഇതുവരെ വിളിച്ചു കാണില്ല. അതാവും സുകുമാരിയമ്മ ഫോണുമായിട്ട് വരാത്തത്. സന്ദീപ് വരാൻ വൈകുന്നതില് സുകുമാരിയമ്മയ്ക്കും ഭയങ്കര ടെൻഷനാ മോളെ. പണ്ടേ ഇതുപോലുള്ള ഒരു യാത്രയില അവരുടെ മോനും മരണപ്പെട്ടതെന്ന് കുറച്ചു മുൻപ് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്കും ഒരാദി. ശരിയാ മോളെ, മോളുടെ കഴുത്തിൽ അവൻ കെട്ടിയ ഈ താലി സത്യമുള്ളതാ. മോള് അതിനെ പ്രാണനെ പോലെ സംരക്ഷിക്കുന്നിടത്തോളം കാലം മോളുടെ ഭർത്താവിന് ഒന്നും സംഭവിക്കില്ല. മോള് കഴിക്ക്. അതെന്താ അവിടെ തീ പിടിച്ചോ? അവിടെയൊക്കെ നമ്മള് തൂത്തുവാരി വൃത്തിയാക്കിയിട്ടതാണല്ലോ. മോള് കഴിക്ക്, ഞാൻ എന്താന്ന് നോക്കട്ടെ. തീ കത്തിച്ചിട്ടുണ്ട്. തീ കെട്ടല്ലോ. നമ്മളോടുള്ള ദേഷ്യത്തിന് ശകുന്തള വല്ലതും കൊണ്ടിട്ട് കത്തിച്ചതാവും. ക്രമേട്ട, അവൾ അകത്ത് കയറുന്നതിന് മുമ്പ് വേഗം പോയി പൊക്കാം. എന്തായാലും അണഞ്ഞു. വാ. നാശം പിടിക്കാൻ ഇതെവിടുന്നു? പാമ്പോടെ പോയി. എനിക്ക് തോന്നുന്നത് അവളെ സംരക്ഷിക്കാൻ വേണ്ടി മൂകാംബിക ദേവി അയച്ചതാവും. പിന്നെ ഘോര പറഞ്ഞതോ ഒരു ദൈവിക ശക്തിക്കും അവളെ സംരക്ഷിക്കാൻ പറ്റില്ലെന്ന്. അത് ദൈവിക ശക്തിയൊന്നുമല്ല. അവളെ കടത്തിക്കൊണ്ട് പോവാതിരിക്കാൻ ഘോര ഒപ്പിച്ച പണിയാവും. നല്ലൊരു അവസരം കളഞ്ഞു കുളിച്ച. ഇനിയിപ്പോ എന്ത് ചെയ്യും? നാളെ അവളും ആ സ്ത്രീയും കൂടി ഇവിടെ ഒരു അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ആ സമയത്ത് അവളെ പൊക്കിയാലോ? എങ്കിൽ അതാവും നല്ലത്. അപ്പോ അവള് ഘോരയുടെ സംരക്ഷണ വലയത്തിൽ നിന്ന് പുറത്തായിരിക്കുമല്ലോ. ആ സമയം നമുക്ക് പ്രയോജനപ്പെടുത്താം. ശ്രീകലാമ, ശ്രീകലാമ കഴിക്കുന്നില്ലേ? അവിടം വരെ എനിക്ക് നടക്കാൻ വയ്യ. ശകുന്തളേ, എന്റെ ഫുഡ് ഇങ്ങെടുത്താ മതിയെ. ഇവിടെ വിളമ്പി തീരട്ടെ, രണ്ട് കൈയുള്ള മനുഷ്യൻ. എന്താ നിങ്ങൾ പറഞ്ഞ? മോൾക്ക് വിളമ്പി തന്നിട്ട് മേഡത്തിന്റെ ഫുഡ് എടുക്കാന്ന് പറയുമായിരുന്നു. അമ്മേ, എന്താമ്മേ, സന്ദീപ് വിളിച്ചായിരുന്നോ? ഇല്ല, ഞാൻ അങ്ങോട്ട് പലതവണ വിളിച്ചു നോക്കി. ലൈൻ കിട്ടുന്നതേയില്ല. എന്തോ പ്രശ്നമുണ്ട്. അത് ചാർജ് തീർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയതായിരിക്കും. എങ്കിലും സ്വിച്ച് ഓഫ് എന്നല്ലേ പറയാ. ഇത് കോള് കണക്ട് ആവുന്നതേയില്ല. നോക്കട്ടെ, ചിലപ്പോ അവൻ എന്റെ ഫോണിൽ മെസ്സേജ് വല്ലതും ഇട്ടിട്ടുണ്ടാവും. ശകുന്തളേ, എന്റെ ഫോണിങ് എടുത്തോ.